ഹലോ ഗൈസ്, അങ്ങനെ കാത്തിരുന്ന ദിവസം അങ്ങനെ എത്തി. അങ്ങനെ ദേ അച്ഛനും മോളും തലേന്ന് മുട്ടയൊക്കെ അടിച്ചിട്ടാണ്. അങ്ങനെ ദേ നമ്മൾ പഴനിമല കയറാനായിട്ട് പോയിന്. അങ്ങനെ ദേ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് ഏട്ടാ കയറുന്നത്. എന്തായാലും നമ്മൾ ലേറ്റായി ഇറങ്ങുള്ളൂ അറിയാം. അങ്ങനെ നമ്മൾ അടിവാരത്ത് എത്തി. അങ്ങനെ നമ്മൾ ദേ പതിയെ തൊഴാനായിട്ടുള്ള ഇതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തൊഴുതി ഗണപതി കോവിലിൻ്റെ അവിടെ തൊഴുതുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരുപാട് കാവടികൾ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ദേ ചേച്ചിമാരൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. നിഹാർ പിന്നെ എവിടെ കൊട്ട് കേട്ടാലും ഞങ്ങളും ഡാൻസ് കളിക്കാം. അങ്ങനെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ തൊഴുതിട്ട് നമ്മൾ പതിയെ കയറാമെന്നാണ് വെച്ചാൽ. അങ്ങനെ ഡ്രോപ്പ് കാറിൻ്റെ അങ്ങോട്ടുള്ള തിരക്കാണ് കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. 4 മണിക്കൂർ നിന്നതിന് ശേഷമാണ് നമുക്ക് ഡ്രോപ്പ് കാർ കിട്ടിയത്. എൻ്റെ വിഞ്ചിയാണ് ആ സംഭവം കിട്ടിയത്. അങ്ങനെ എല്ലായിടത്തും നല്ല ക്രൗഡായിരുന്നു. 2 സ്ഥലത്തും നിന്നിട്ട് ഭയങ്കര പോസ്റ്റ്. അങ്ങനെ ദേ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. എന്ത് പറയാനാ, ഭൂമി മൊത്തത്തിൽ കണ്ടൊരു ഫീലായിരുന്നു ഇതിൽ പോയപ്പോൾ. അങ്ങനെ നമ്മൾ തൊഴാനായിട്ട് നിന്നപ്പോൾ ഒരുപാട് കാവടി ഉണ്ടെന്ന് പറഞ്ഞില്ല. മെഗിളി വന്നപ്പോഴത്തേക്ക് അവർ വലത്തിട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അവരോട് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് അവരുടെ ദേശത്ത് നിന്ന് എല്ലാ വർഷവും അവരിങ്ങനെ വരുന്നതാണെന്ന് പറഞ്ഞ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്.